അത് നമ്മൾ മേടിച്ചില്ല എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? അവന് ഓട ചെളി കെട്ടും, പിന്നെ അപ്പുറത്തേനും കുറച്ച് അവറുള്ളൂ, അതെല്ലാം വെച്ച് വൃത്തിയാക്കാം. അവിടെ വെള്ളം കെട്ടി കൊതു കയറും, അതെല്ലാം നോക്കാൻ പറ. മെനിയാന്ന് വരേണ്ട ഇവിടെ ലൈനിൽ മെനിയാന്ന് വരേണ്ട വെള്ളം മെനിയാന്ന് വന്നില്ല, ഇന്നലെയും വന്നില്ല. നമുക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കൂടെ കോർപ്പറേഷന്റെ വാതിലിൽ വന്നിരിക്കാനാണ് തീരുമാനിച്ചത്. മേയറുണ്ട്, പക്ഷേ മേയർ ഉദ്ഘാടനത്തിന് മാത്രമേ ഇവിടെയൊക്കെ കാണാറുള്ളൂ, അല്ലാതെ ഒരു കാര്യത്തിനും മേയർ ഞങ്ങൾ ഈ വാർഡിൽ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. പക്ഷേ കുഴൽക്കിണറിന്റെ വെള്ളം കറുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കോർപ്പറേഷന്റെ മേയർ ഭരിക്കുന്ന ഈ ഒരു വാർഡിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം കിണറുള്ള ആൾക്കാരാണ് കൂടുതലും. ശരിക്കും ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്ത കാര്യം. ഇപ്പോൾ ആ ടാങ്കി കിടക്കുന്ന അഥവാ വന്നാൽ ആ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ കുഴിച്ചാലും നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ സുന്ദര കില്ലാടി വരേണ്ടി വരുമായിരിക്കും. നമുക്ക് 2-3 സുന്ദര കില്ലാടിമാരെയൊക്കെ നോക്കാം. ഇന്നലെ ഇവിടെ വെള്ളം വന്നില്ലയോ? മെനിയാന്ന് വരേണ്ട ഇവിടെ ലൈനിൽ മെനിയാന്ന് വരേണ്ട വെള്ളം മെനിയാന്ന് വന്നില്ല, ഇന്നലെയും വന്നില്ല. ഇന്നലെ 2 വണ്ടി വെള്ളം വിട്ടില്ലേ? ഇവിടെ എല്ലാരും എടുത്തിരിക്കില്ല വെള്ളം. ജോലിക്ക് പോണില്ല, റോഡ് പണിയാണ് നടക്കുന്നത്. റോഡ് പണി നടക്കുമ്പോ അവര് റോഡ് പണിയുടെ ഭാഗമായിട്ടാണ് അവർ ഈ വെള്ളം 2 ദിവസം 1 ദിവസം ഒക്കെ വരാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് അവര് വണ്ടിയും വെള്ളം ഇവിടെ ഇറക്കുന്നത്. അപ്പൊ അത് നമ്മൾ മേടിച്ചില്ല എന്ന് പറയുമ്പോ അത് മോശമല്ലേ? ആരോ ആകട്ടെ, ഏത് പാർട്ടിക്കാരാകട്ടെ, BJP-യോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് ആരാ, നമുക്ക് ഇവിടെ പാർട്ടിയല്ല മെയിൻ. നമുക്ക് തരുന്നെന്ന് പറയണം. ഇവിടെ ഉള്ളവർക്ക് ഒരു ദിവസം വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കറണ്ട് ഇല്ലെന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ആഴ്ച അവിടെ വയറ് കത്തി പൊട്ടി ഉടനെ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ നിന്ന് ഉടനെ അവര് ആളെ വിട്ട് എല്ലാം ശരി, എല്ലാം പുതിയ വയറുകൾ ഇട്ട്. അപ്പൊ നമ്മൾ തരുന്നെന്ന് പറയണം. തന്നില്ലെങ്കിൽ നമ്മൾ തന്നില്ല. നമ്മൾ ആരെ പേടിക്കാനാ? നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വേല ചെയ്യുന്ന നമ്മൾ തിന്നു കത്തിയതാ. വൻ ദുരന്തമായിരുന്നു അന്ന്. അതിന് അവരിടപെട്ട് അവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു, ശരിയാക്കിയത്. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ആള് വന്ന് എല്ലാം പുതിയ വയറുകൾ ഇട്ട് എല്ലാം ശരിയാക്കി. പറഞ്ഞു ചേച്ചി, എന്താണ് അവസ്ഥ ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പം ഏതാണ്ട് ഒരു കുറച്ച് ദിവസത്തിന് മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര പാടായിരുന്നു. വെള്ളം കിട്ടത്തില്ല, പിന്നെ കിണറുകളില്ല, നമുക്ക് ഓടിപ്പോയി ഒരു കുടം വെള്ളം എടുക്കാൻ, പിന്നെ പോസ്റ്റിൽ ലൈറ്റ് കാണത്തില്ല, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് സ്ഥിരം, അതായത് ഒരു ദിവസം വിട്ട് സ്ഥിരം വെള്ളം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ വെള്ളം വരുമ്പം ഞങ്ങൾ തന്നെയാണ് വെള്ളം അനാവശ്യമായിട്ട് അങ്ങ് കളയുന്നത്. ആവശ്യത്തിന് എടുക്കുക, അത് അടയ്ക്കുക, ടാപ്പ് അടയ്ക്കുക എന്ന് ഞങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർവ്വ വെള്ളവും നമ്മൾ വീട്ടിൽ പിടിച്ച് തീർന്നതിന് ശേഷവും ആ വെള്ളം ടാപ്പ് തുറന്ന് വെച്ച് ഓടയ്ക്കകത്ത് വെറുതെ വെള്ളം അങ്ങ് കളയുക. പിന്നെ വെള്ളം പാഴാക്കുന്നത് തെറ്റല്ലേ? തെറ്റാ. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ നമ്മളെ കണ്ടുകൂടാ ചില ആളെയൊക്കെ, പിന്നെ നമ്മൾ പറയാൻ പോത്തില്ല. അങ്ങനെ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. മറ്റേ 1.5 വെള്ളം വരും രണ്ടിടത്ത് വരുന്നവർ 2 മണിക്കെല്ലാം അയച്ചാൽ അവർ ആരെടുക്കും? ചിലർ പള്ളിയിലെല്ലാം പോയിട്ട് വരുന്നവർക്ക് വെള്ളം കിട്ടത്തില്ല, നാളെ മിക്ക വർഷം അതിന് വെള്ളം ബുദ്ധിമുട്ട്. അവന് ഓട ചെളി കെട്ടും, പിന്നെ അപ്പുറത്തേനും കുറച്ച് അവറുള്ളൂ, അതെല്ലാം വെച്ച് വൃത്തിയാക്കാം. അവിടെ വെള്ളം കെട്ടി കൊതു കയറും, അതെല്ലാം നോക്കാൻ പറയണം മേനത്. അതാണ് ഞങ്ങൾ പറയേണ്ടത്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇന്നലെ വേണമെങ്കിൽ 2 ദിവസം വന്നില്ല വെള്ളം. അവന് വണ്ടിയും വെള്ളം വന്നിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. ആരും ചിലർ കിട്ടത്തില്ല. 9 മാസമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. എന്ന് വെച്ചാൽ വെള്ളം കിട്ടുന്നതേ ഇല്ല. ഒരു ദിവസം നന്നാൽ പിറ്റേ ദിവസം കാണത്തില്ല, ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസവും കാണത്തില്ല. 3 ദിവസമൊക്കെ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ആഹാരം പാചകം ചെയ്യുന്നെങ്കിലും വെള്ളം വേണം. എത്ര കുടിവെള്ളം മേടിക്കാൻ പറ്റും നമുക്ക്? കുപ്പിവെള്ളം വാങ്ങിച്ചാണ് ആഹാരം പാചകം ചെയ്യാൻ തന്നെ എടുക്കുന്നത്. വരുന്ന വെള്ളമാണെങ്കിൽ, തരുന്ന വെള്ളമാണെങ്കിൽ കണ്ടായിരുന്നല്ലോ, ഇപ്പം ടാങ്കി കിടക്കുന്ന വെള്ളം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഈ അവസ്ഥയിലാണ്. പക്ഷേ ഈ വെള്ളമില്ലാതെ കൈ കഴുകാൻ വേണോ, മുഖം കഴുകാൻ വേണോ? ഈ ചൂടത്ത് നമുക്ക് വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇത് തുടർന്നിട്ട് എത്രയോ നാളുകളായി. എന്നാൽ മേയർ ഭരിക്കുന്ന ഒരു വാർഡാണിത്. എന്നിട്ട് ഈ ദുരിതം നമ്മളൊക്കെ എന്ന് നിർത്തി തരാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കൂടെ കോർപ്പറേഷന്റെ വാതിലിൽ വന്നിരിക്കാനാണ് തീരുമാനിച്ചത്. ഈ ഒരു സംഭവം ഈ മേയറുടെ ശ്രദ്ധയെപ്പെടുത്തിയിട്ട് മേയർ അവിടെ നിന്നുള്ളൊരു അവരുടെ ഒരു നിലപാട് എന്താണ്? ടാങ്കറി വെള്ളം ഇല്ല, 2 ദിവസം കൂടുമ്പോഴത്തേക്ക് വെള്ളം ഇല്ലാന്ന് വിളിച്ച് പറയുമ്പോൾ ടാങ്കറി വെള്ളം കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് തന്നിട്ട് പോകും. ചുമന്ന് കൊണ്ടുപോയി പാടാണ്. കാര്യം നമുക്ക് ഇത് റോഡിൽ നിന്ന് ചുമന്ന് ഞങ്ങൾക്ക് അങ്ങ് കൊണ്ടുപോകണം. കൊണ്ടുപോകാൻ ഞങ്ങൾക്കത് പാടാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതുപോലെ 2-3 ബക്കറ്റ് വെള്ളം കൊണ്ട് ചെന്നാലും 3-4 അംഗങ്ങളുള്ള എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ബാത്റൂമിൽ പോകാൻ ഇപ്പോൾ 3-4 പേരുള്ള വീടുകളിലൊക്കെ, അത് ഞങ്ങളുടെ വീട്ടിൽ വയസ്സെന്ന അമ്മയൊക്കെ ഉള്ളതാണ്. അന്നേരം അവർക്കൊന്നും, പിന്നെ ഞാൻ ഒരാളെ എത്ര ബക്കറ്റ് വെള്ളം ചുമന്നുകൊണ്ട് പോകും? അല്ല, നമുക്ക് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. നമുക്കത് വാങ്ങി ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ കുട്ടികളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ടുള്ള ഈ 3 ദിവസമൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോയതൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് വലിയ പാടായിരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞു? ഇപ്പോൾ ഒരു കുഴൽക്കിണർ കുഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുഴൽക്കിണർ കുഴിച്ച ഈ താമരക്കുളം വാർഡിൽ കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. വരുന്നത് ഒരുമാതിരി ഡാർക്ക് മഞ്ഞ കലർന്ന വെള്ളം. അപ്പം നമുക്ക് ബാത്റൂം എല്ലാം ടൈലുകളെല്ലാം കംപ്ലൈൻ്റ് ആവുകയും ചെയ്യുന്നത്. ആ വെള്ളം നമുക്ക് കുഴൽക്കിണർ കുഴിച്ച് പോലും നമുക്ക് ഈ വാർഡിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുഴൽക്കിണറിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. വെള്ളമില്ലെങ്കിൽ നമ്മൾ കോർപ്പറേഷനോട് പറയും, ടാങ്കറിൽ കൊണ്ടുവരും. അത് കുറച്ച് വെള്ളം നമ്മളെങ്ങനെ ഉപയോഗിക്കും? നമ്മൾ പിന്നെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എത്ര കാലം ഉണ്ടായി ഈ അവസ്ഥ തുടർന്നത്? 9 മാസമായിട്ട് നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. 3 വട്ടം ഞങ്ങൾ വെള്ളം അടിച്ച്, എത്ര 1500 രൂപ കൊടുത്ത് വെള്ളം 3 വട്ടം അടിച്ച്. പിന്നാണെങ്കിൽ എനിക്ക് കുഴൽക്കിണറുണ്ട്. പക്ഷേ കുഴൽക്കിണറിൻ്റെ വെള്ളം കറുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് കുളിക്കാനോ ഒന്നിനും ആ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. നമ്മൾ ആദ്യം ഒരു കിണറുണ്ടായിരുന്നു, അതും മൂടി. രണ്ടാമതൊരു കിണർ കുഴിച്ച് അതും മൂടി. മൂന്നാമതൊരു കിണറെടുത്തിട്ട് അതും ഇങ്ങനെയാണ്. അപ്പോൾ ആകെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ കോർപ്പറേഷൻ വെള്ളം മാത്രമേ ഉള്ളൂ. ഇത്രയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്നു എന്ന് പറയുന്നു. അതിനൊരു ശാശ്വതമായ പരിഹാരം? ഞങ്ങൾ മേയറുടെ അടുത്ത് പരാതികളെല്ലാം പോയതാണ്, പല രീതിയിലും ഞങ്ങൾ പ്രതികരിച്ചതാണ്. എന്നിട്ടും ഇതുവരെയും വെള്ളം വന്നില്ല. അപ്പം ആദ്യം പറഞ്ഞത് ശരിയാക്കുന്നുണ്ട്, ശരിയാക്കിയത് പൊട്ടിപ്പോയി. ഇപ്പം രണ്ടാമത് കുഴിക്കുന്നെന്ന് പറഞ്ഞ് ആദ്യം പോയി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് പിന്നെ അതിൽ 1 മാസത്തിനകം ചെയ്യാം, വാട്ടർ അതോറിറ്റിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്തില്ല. പിന്നെ അവിടെ പോയി വീണ്ടും ഞങ്ങൾ പോയി സംസാരിച്ചതിന് ശേഷമാണ് ഒരാഴ്ചക്കകം പണി തുടങ്ങാമെന്ന് പറഞ്ഞു. ഒരാഴ്ചയെന്ന് പറഞ്ഞത് പിന്നെയും താമസിച്ച് 15 ദിവസത്തിൽ കൂടുതലായി. അങ്ങനെ പിന്നെ പണി തുടങ്ങി അത് തീർത്ത് പൈപ്പ് ഇറക്കിയത് പൊട്ടിപ്പോയി. വെള്ളം കലങ്ങിയ വെള്ളം അടിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി. രണ്ടാമത് വീണ്ടും കുഴിക്കാൻ വേണ്ടിയിട്ട് ആളിനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് ഇതുവരെ അതൊന്നും ആയിട്ടില്ല. വീണ്ടും വന്നു, ഒക്കെ നോക്കി എല്ലാം ചെയ്തു. വീണ്ടും ചെയ്തെന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം ഞങ്ങൾ എന്തോ ചെയ്യണം, ഇവിടെ വിശേഷങ്ങൾ വന്നാൽ ഞങ്ങൾ വെള്ളം ടാങ്കിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്ത കാര്യം. ഇപ്പോൾ ആ ടാങ്കിൽ കിടക്കുന്ന അഥവാ വന്നാൽ ആ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ഈ ചെളി കലങ്ങിയ വെള്ളവുമാണ് വരുന്നത്. പല ദിവസങ്ങളിലും നൂല് പോലെ ഇച്ചിരി വരും. അതുകൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ല. അവിടെ കോർപ്പറേഷനിൽ നിന്ന് വെള്ളം കൊണ്ട് തന്നാലും അവിടെ നിന്ന് ഇത്രയും കറങ്ങി ഞങ്ങൾ ഈ വീട്ടിനകത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊരു വഴിയാവും. അതും നിറച്ചും തരത്തില്ല, ഒത്തിരിയൊന്നും തരത്തില്ല, കുറച്ച് വർഷമേ തരത്തില്ല. വലിയ പാത്രം കൊണ്ടുവച്ചാൽ അതിൽ പകുതിയേ തരത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ പണ്ട് ഇവിടെ കോർപ്പറേഷൻ കുഴിച്ചിട്ട് ഒരു സീവേജിൻ്റെ ഒരു സംഭവം കിടപ്പുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം എടുത്ത് ഞങ്ങൾ ഉപയോഗിച്ച്. ആ വെള്ളം നിങ്ങളൊന്ന് പോയി നോക്കുകയൊക്കെ, ആ അഴുക്ക് വെള്ളം ഞങ്ങൾ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഇനി ഞങ്ങൾക്ക് വല്ല അസുഖം കൂടെ വരും. ഇപ്പം ഞങ്ങൾ എടുക്കാറില്ല. അതിനകത്ത് പിന്നെ മീനും അതും ഇതുമൊക്കെ കിടക്കുന്ന കാരണം ഇപ്പം ഞങ്ങൾ എടുക്കാറുമില്ല. പണ്ട് അതെങ്കിലും ഞങ്ങൾ കോരി എടുക്കുമായിരുന്നു കപ്പിയും കയറും ഇട്ട്. ഇപ്പോൾ അതിനും പറ്റുന്നില്ല. ഇപ്പോൾ ഈ വീട്ടമ്മമാർ, ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വീട്ടമ്മമാരെല്ലാവരും കൂടെ ചേർന്നാണോ ഈ മേയറെ കാണാനൊക്കെ പോയത്? വീട്ടമ്മമാരാണ് പോയതും എല്ലാം ചെയ്തതും. ഇനിയിപ്പോൾ ഇവിടെ സുന്ദര കില്ലാടി കൊണ്ടുവന്ന് കിണർ കുഴിക്കണമെന്ന് പറഞ്ഞ കാര്യം അങ്ങനെ കുഴിച്ചാലും നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. സുന്ദര കില്ലാടി വരേണ്ടി വരുമായിരിക്കും. നമുക്ക് 2-3 സുന്ദര കില്ലാടിമാരെയൊക്കെ നോക്കാം. സുന്ദര കില്ലാടി കൊണ്ടുവരാനുള്ള പരിപാടിയാണോ നിങ്ങൾ? വീട്ടമ്മമാരെല്ലാം വിചാരിക്കുകയാണ് അങ്ങനെ ആളുകൾ ഉണ്ടോന്ന്? എന്തായാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടും. ഏത് കില്ലാടി വന്നാലും കുഴപ്പമില്ല, വെള്ളം വേണം ഞങ്ങൾക്ക്. ഈ ഒരു ഒറ്റ വാർഡിന് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥ. ഈ കൊല്ലത്ത് കോർപ്പറേഷന്റെ മേയർ ഭരിക്കുന്ന ഈ ഒരു വാർഡിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം കിണറുള്ള ആൾക്കാരാണ് കൂടുതലും. എന്നിട്ട് റോഡ് പൈപ്പ് ഇപ്പൊ എല്ലാ വീടുകളിലും പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചൂട് സമയം ആയതുകൊണ്ട് അവർക്ക് പൈപ്പ് ഇട്ട് കൊടുക്കുന്നു എല്ലാ വീടുകളിലും. പക്ഷെ അതും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെയെങ്കിലും ഒരു ഓരോ വാർഡിന് അല്ലെങ്കിൽ ഒരു ഏരിയ ഇപ്പം ഇവിടെ തന്നെ ഇപ്പം ഇത്രയും വീടുകളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെള്ളത്തിനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്തു തരണ്ടേ? ഗവൺമെൻറ് അല്ല, കോർപ്പറേഷൻ ചെയ്തു തരണ്ടേ? ചെയ്ത് തന്നേ പറ്റൂ. മേയറുണ്ട്, പക്ഷേ മേയറെ ഉദ്ഘാടനത്തിന് മാത്രമേ ഇവിടെയൊക്കെ കാണാറുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിനും മേയറെ ഞങ്ങൾ ഈ വാർഡിൽ കണ്ടിട്ടില്ല. ഉദ്ഘാടനം എവിടെ ഉണ്ടോ അവിടെ മേയറുണ്ട്. അല്ലാതെ ഒരു പരിപാടിക്കും മേയർ ഒന്നിനും വന്നിട്ടില്ല. ഇത് അങ്ങനെയാണ് പൊതുവെ. നിങ്ങളുടെ ഈ ഒരു വലിയൊരു പ്രശ്നമാണല്ലോ, ഈ ഒരു വലിയ കുറെ കുടുംബങ്ങളുടെ പ്രശ്നമാണല്ലോ. ഇവരിപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ കൂടിയാണല്ലോ. കൗൺസിലർ എന്ന നിലയിൽ പോലും ഒരിടത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. ഒരുപാട് പരാതികളാണ് ഇവരെപ്പറ്റി പറയാനുള്ളത് എനിക്ക്. പക്ഷെ നല്ല ഇതുപോലൊരു മേയർ വേറെ ഇല്ലെന്ന് പറയുന്ന അഭിപ്രായമുള്ള ആളുകളെ 1-2 പേര് കാണുമായിരിക്കും. അത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത്. ആ പറയുന്നത് അവരുടെ ആളുകളായിരിക്കാം.
അവരെന്തെങ്കിലും കൊടുത്തു നിർത്തിയേക്കുന്നവരായിരിക്കും. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല അവരെ ഇവിടെ. ഉദ്ഘാടനത്തിന് അവിടെ ഹോസ്പിറ്റലിൻ്റെ എന്തായിരുന്നു അതിൻ്റെ പേര്, ഇവിടെ ഒരു 2 ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഈ വാർഡിൽ, അതിന് മാത്രം കണ്ടു. അല്ലാതെ ഞങ്ങളാരും കണ്ടിട്ടില്ല.